നമ്മള് മക്കളെ ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റവും കുറഞ്ഞ 3000 രൂപയുടെ എണ്ണ വേണം. സർക്കാരിന്ന് ഇപ്പൊ 10 രൂപയുടെ എണ്ണ പോലും തരുന്നില്ല. ഈ മീനൊക്കെ ഞങ്ങള് തിന്നും, ഇഷ്ടം പോലെ കഴിക്കും, ഒരു കുഴപ്പമില്ല. അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത് അങ്കിളുമാര് കണ്ട കഷ്ടപ്പെടുന്നുണ്ട. ഒരുപാട് രാത്രി 11 മണി ഉറക്കമൊന്നുമില്ല കണ്ട, അത്രയും ബുദ്ധിമുട്ടിയാണ്. അപ്പം അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു കണ്ടെയ്നർ വീണെന്ന് പറഞ്ഞാൽ നാളെ മീൻ മേടിക്കാൻ ആളുകൾ മടിക്കും. അപ്പൊ അതിന് മുമ്പാണ് ഞങ്ങൾക്ക് 3 മണിക്ക് പണിക്ക് പോകണം. 3 മണിക്ക് പോകണം അല്ലേ? അപ്പൊ രാവിലെ അപ്പൊ എത്ര മണിയാകും വരും? അത് സമയമൊന്നുമില്ല അല്ലേ? സമയം എന്താന്ന് പോലും അറിയാതെയാണ് പോകുന്നത്. എപ്പൊ കിട്ടിയ മീനുണ്ടോന്ന് തിരക്കി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. കൊല്ലമാണിത്. ഐസും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് എത്ര രൂപ മുടക്കി നമ്മളെ രാജുവാണ് കണ്ടാ. അവര് വിഷമമുണ്ട്. ഇവിടെ വലിയ തിരക്കാണ്, അതുകൊണ്ട് ഇവിടെ അടിക്കുന്നില്ല. കാര്യം ഒരാൾ നിന്ന് ഇല്ല മറ്റേ ധീരയിൽ അവൻ വെട്ടത്തില്ല, 100 വരെ കൊല്ലത്തില്ല. അതേ കണക്കാണ് ഇവിടുത്തെ അവസ്ഥ. 100 വണ്ടി അടിക്കണം അല്ലേടാ. നാളെ ട്രോളിങ് ആയതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ പോവാണ് പ്ലാൻ ചെയ്ത്. അപ്പൊ ഇതാണ് എന്റെ ബ്രദർ, ഇവനാണ് എന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോ ഞങ്ങള് തമ്മി അടിയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങള് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോ ഈ ഒരു പ്രശ്നം വന്നില്ലേ കോഴിക്കോട്, അറിയാലോ കോഴിക്കോട് പ്രശ്നം, അത് വലിയൊരു പ്രശ്നമാവും ഞങ്ങൾക്ക്. അപ്പൊ അതിനു മുമ്പേ ഞങ്ങൾ ഇച്ചിരി നല്ല നല്ല വെറൈറ്റി കണ്ടെയ്നറിന്റെ അടുത്ത് പോവാത്ത മീനുകൾ തപ്പിയെടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ കടയൊന്നും അടച്ചിട്ടില്ല. 11 ഉമറാക്കട കടയാണ്, അടച്ചിട്ടില്ല. അത് 12 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരെ കഷ്ടപ്പാടൊക്കെ അങ്ങനെയാണ് കണ്ട, 12 മണി വരെ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്താണ് അടുത്തത് KCAയുടെ വണ്ടികളാ ഇതൊക്കെ ഉണ്ടല്ലോ. നേരെ നാളെ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഇതെല്ലാം സ്റ്റാർട്ടാവും. ഇതാണ് മൈലാപ്പൂര്, ഞങ്ങളെ മൈലാപ്പൂര്. ഞാൻ എപ്പോഴും പറയത്തില്ലേ മൈലാപ്പൂര് കാണണം. ഇത് കഴിവും കേട്ടാ, അടിക്കലിരിക്കുന്ന കേട്ടോ. അത് നാളെ ക്ലീൻ ചെയ്ത് തരാം. അപ്പം ബ്രദർ ഭയങ്കര രാത്രിയൊക്കെ പറന്ന് ഓണടിക്കുന്നുണ്ട് 11:45. എന്താന്ന് ആണ് ഞങ്ങളെ ചന്ത. ഇതിന്റെ അകത്തോട്ട് പോകുമ്പോഴാണ് ചന്ത. വേണേ കാണിക്കണോ? വേണ്ട, കാണിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ കാണിച്ചു തരാം. ഇത് ഞങ്ങളിവിടുത്തെ പള്ളിയാണ്, പണിയാണ്, തൈക്കാവുകിലെ പള്ളി. അല്ല ആടിപ്പൊളിയായിട്ട് പണിയുന്നുണ്ട്. ഇപ്പൊ രാത്രി 11:45 ഒരാള് പശുവായിട്ട് എല്ലാം അറിയാവുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആരും അടിക്കത്തേം പിടിക്കത്തൊന്നുമില്ല. ഇവിടെ എല്ലാം നല്ല ബീഫുകൾ കിട്ടും കേട്ടാ. ഇവിടെ മൊത്തം ഇറച്ചിയുടെ ഒരു ഏരിയ ആണ്. മൈലാപ്പൂർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാണ്, മൈലാപ്പൂർ എന്ന് പറഞ്ഞാൽ മൈലാപ്പൂരാണ്, എല്ലാം കിട്ടും. അപ്പൊ ഞങ്ങള് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഇത് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് NS ഹോസ്പിറ്റൽ അറിയാം? NS ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ അങ്ങോട്ട് പോകുന്ന വഴി കാണുന്നത്? നമുക്ക് നോക്കാം. മിക്കവർക്കും അറിയാം. ഇത് ഓക്സ്ഫോർഡ് സ്കൂളാണ്. ഇതൊക്കെ അറിയപ്പെടുന്ന സ്കൂളുകളാണ് മച്ചന്മാരെ. ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നാണ്. ഓക്സ്ഫോർഡ്, നവദ്വീപ്, ഇതെല്ലാം ഞങ്ങൾ അടുത്തുള്ള സ്കൂളാണ്, പേരുകേട്ട സ്കൂളുകളാണ്. അവിടെ എല്ലാം നല്ല ടോപ്പ് ടീമുള്ള മക്കളാണ് പഠിക്കുന്നത്. ഓക്സ്ഫോർഡും നവദ്വീപൊക്കെ. ഇതാണ് NS ഹോസ്പിറ്റൽ കണ്ടോ. മനസ്സിലായി കാണും. ഇതാണ് NS ഹോസ്പിറ്റൽ. ഇവിടെയാണ്, ഈ ലൊക്കേഷനിലാണ് നമ്മുടെ വീട്, നമ്മുടെ ചന്ത എല്ലാം വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങ് വന്നാൽ മതി. അപ്പൊ ഷിപ്പ് മറിഞ്ഞതിന്റെ കാര്യം നിങ്ങൾ അത് ആരും പേടിക്കണ്ട. അത് എന്തുവാന്ന് ഗവൺമെന്റ് പറയുന്നത് കേട്ട് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. അല്ല നമ്മൾ പറയാൻ ആരുമല്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾ ചെയ്യേണ്ടുള്ളത് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല. ഞാനൊരു സാധാരണ ഇതൊന്നും ക്രൈസ് ഒന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരും. വ്ലോഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വേറൊരു ടാസ്ക് കൂടി ഉണ്ട്. എന്താ പറയുക, ട്രോളിംഗ് ആണ്. മീനില്ല. അപ്പൊ മീന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ രാത്രി പെട്ടെന്ന് നിന്ന ഉപ്പിൽ തോന്നി അങ്ങ് പോകാറുണ്ട്. അവിടെ ഒന്നും അറിയത്തില്ല, ഉണ്ടോ കാര്യങ്ങളുണ്ടോ, ആളുകളുണ്ടോ, മീനുണ്ടോ, കാര്യങ്ങളൊന്നും അറിയത്തില്ല. രണ്ടും കൽപ്പിച്ചൊരു പോക്ക്. അപ്പൊ ഞാൻ അനിയനെ കൂടി വിളിച്ചു. അപ്പൊ അവൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുക. അപ്പൊ അവിടുത്തെ സ്ഥിതി എന്താന്ന് ഞങ്ങൾ വഴിയെ കാണിക്കാം. ഓക്കെ, ഫുള്ള് കാണാ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. അക്ഷരസ്ഫുടതയൊക്കെ തെറ്റും, ക്ഷമിക്കണം. ഉറക്കമില്ലാതെ പോവാണ് കേട്ടാ. ഉറങ്ങുന്നവർക്ക് അതൊന്നും മൈൻഡ് വരത്തില്ല കേട്ടാ. അതുകൊണ്ട് എന്തെങ്കിലും അക്ഷരസ്ഫുടതയൊക്കെ തെറ്റും നമ്മളെ ഈ മീൻ കച്ചവടക്കാരെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എല്ലാരും അറിയിക്കുകയാണ്. കണ്ടൊക്കെ കണ്ട വയ്യ, ഉറക്കക്ഷീണം ഉണ്ട്. പെട്ടെന്ന് തീരുമാനിച്ചു പോണാണ്. കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഫ്ലാറ്റ് ഞാൻ പണ്ട് ഇത് കഴിവാൻ കേട്ടാ. അടേ അഴുക്കുണ്ട് കേട്ടോ, അത് വൃത്തിയാക്കാം. ഇത് കണ്ട, ഈ ഫ്ലാറ്റിലാണ് പണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ബീച്ചിൽ വരുമ്പോഴേ ഈ ഫ്ലാറ്റിൽ താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കേട്ടാ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരണം ഇവിടെ, അല്ലേടാ അതുപോലെ. ഇതാണ് ഞങ്ങളെ കൊല്ലം. അവൻ പെട്രോൾ അടിക്കണ്ടടാ, പെട്രോൾ അടിക്കണ ഗായ്സ്. പെട്രോൾ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് കേറുവാണ്. എവിടെയാണ്
അവിടെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വരുന്ന കട നല്ല ഇങ്ങോട്ട് അത് നിന്റെ ആ സൈഡ് ഡോറിന്റെ സൈഡിൽ. അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാണ്. കാര്യം അങ്ങോട്ടൊന്നും വേറെ പമ്പൊന്നും ഇല്ല. സർവീസ് ഒക്കെ ഫ്ലോപ്പാണ്, വലിയ ഫ്ലോപ്പാണ് ഇവിടുത്തെ. ചിലപ്പോ ഒരാളൊക്കെ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും വലിയ ഫ്ലോപ്പ് കേട്ടാ. ഇവിടെ അടി കൂടി പെട്രോൾ അടിച്ചിട്ട് പോവാന്ന് തോന്നുന്നു കേട്ടാ. എങ്ങനെ പ്രശ്നങ്ങൾ നടക്കാതിരിക്കുന്നത്? ഇവിടെ വലിയ തിരക്കാണ്, അതുകൊണ്ട് ഇവിടെ അടിക്കുന്നില്ല. കാര്യം ഒരാൾ നിന്ന് ഇല്ല മറ്റേ ധീരയിൽ അവൻ വെട്ടത്തില്ല, 100 വരെ കൊല്ലത്തില്ല. അതേ കണക്കാണ് ഇവിടുത്തെ അവസ്ഥ. 100 വണ്ടി അടിക്കണം അല്ലേടാ, എന്നിട്ടാണോ നമ്മളെ കാണാം. അതുകൊണ്ട് നമ്മള് നേരെ ഒരു ഇച്ചിരി പെട്രോൾ എടുപ്പുണ്ട്, എന്നാലും ആ പെട്രോൾ വെച്ച് നേരെ പോവാം. കൊല്ലത്തിന്റെ ബീച്ചിലോട്ട് പോകുന്ന വഴി നല്ലൊരു വൈബാണ് കേട്ടോ, നല്ല രസമാണ്. കൊല്ലം പാലം ബീച്ച് നമ്മൾ കാണിച്ചിരുന്നായിരിക്കും, നമ്മുടെ കൊല്ലം ബീച്ച്. ഇത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു വൈബ്. രാത്രി ഒരു 12 മണി സമയം ഇങ്ങനെ പാലത്തിനിടയിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ഒരു ദിവസം വൈഫൊക്കെ ആയിട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം വൈഫിന് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾക്ക് മീനൊക്കെ എടുക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ ഈ രാത്രി സമയങ്ങളിൽ അതിനെ കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. കാര്യം തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ 4 മണി ചിലപ്പോൾ 5 മണിയൊക്കെ ആവും. അതുകൊണ്ട് എനിക്ക് കുഞ്ഞും കൊച്ചൊക്കെ ആയിട്ട് വരാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. കൊല്ലം ബീച്ചിലോട്ട് പോകുന്ന ഒരു പാലമാണ് ഇത്. ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു പാലമാണെന്ന് തോന്നുന്നു, അല്ലേടാ അജ്മലെ? നമ്മള് പണ്ട് പണ്ട് ഇത്ര കൊച്ചില് അന്ന് എന്താ വല്യേട്ടനൊക്കെ ഇറങ്ങുന്ന സമയം തോന്നുന്നു. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വല്യേട്ടനല്ലടാ, മീശമാധവൻ അല്ലേ? അല്ല, മീശമാധവനും അല്ല. നമുക്കപ്പൊ എത്ര വയസ്സ് മറന്നുപോയി. CID മൂസ അല്ല, CID മൂസൊക്കെ പണ്ടിറങ്ങി വെച്ചു. അന്നൊന്നും നമ്മളില്ലല്ലോ. ഏതോ ഒരു സിനിമ എനിക്കൊന്ന് പ്രമാണിയാന്ന് തോന്നുന്നു, മമ്മൂട്ടിയുടെ. ആ ഉറങ്ങി അങ്ങനെ വണ്ടികളൊക്കെ വന്ന് കിടക്കുവാണ് കേട്ടാ. ഇന്ന് ചാകരയായിട്ട് പോകുന്നുള്ള വാശിയാണ് ടീമിൽ വരുന്നത്. പക്ഷെ വെട്ടം കാണുന്ന വള്ളങ്ങളാണ്, വെട്ടം കേട്ടാ. രാത്രി ഈ സമയത്തൊക്കെ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ബീച്ചിൽ താഴെ കിടക്കുന്നത് എല്ലാരും കിടന്ന് ഉറങ്ങുവാണ് ബീച്ചിൽ കേട്ടാ. ഓരോരുത്തർ കാറ്റ് കൊള്ളാനും ചൂടിന്റെ ഒക്കെ പ്രശ്നം കാരണം ഇവിടെ വന്ന് കിടക്കും. നല്ല രസമാണ് കേട്ടാ, കാണാൻ പറ്റും. അവർ രാവിലെ തുടങ്ങും ഓരോ തൊഴില്. ചിലപ്പോൾ ഉണക്കമീൻ ഉണക്കാനോ കാര്യങ്ങളെല്ലാം അവര് ഓരോ കാര്യങ്ങൾ വല നെയ്യുന്നത് എല്ലാം ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ കാണും. ഈ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നതും നല്ലൊരു കാഴ്ചകളാണ് ഈ ഒരു പ്രദേശത്ത്. അതാണ് അണ്ണനൊക്കെ പോകുന്നുണ്ടാ വൈബ് ആണ്. നമ്മുടെ ആ ഒരു ബോട്ട്, ആ ബോട്ടൊന്നും മറിഞ്ഞിട്ടില്ല, കുറെ നാളായിട്ട് ഇവിടെ കിടക്കുന്നതാണ്. എന്ന് വന്നാലും എനിക്ക് അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അവിടെ നല്ലൊരു ഫ്രെയിം ആണ്ട റോക്കി ബായൊക്കെ വരുന്നതാണ്. പുഷ്പയിലൊരു സ്റ്റണ്ട് സീനും അതിനകത്ത് വെച്ച് ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ മീനെടുക്കാൻ വരുന്നത്, രാവിലെ മീനെടുക്കാൻ വരുന്ന പോർട്ട് കൊല്ലം. നല്ല അടിപൊളി വൈബാണ്. ഇതെല്ലാം വള്ളങ്ങളാണ്. ഈ വള്ളങ്ങളെല്ലാം 2 ദിവസം കഴിയുമ്പോൾ എല്ലാം കടലിൽ പോകും. കാര്യം ട്രോളിങ്ങാ. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു സീസൺ ടൈമാണ് ഇത് കേട്ടാ. സീസൺ എന്ന് അറിയാല്ല, ചാകര, മീനിന്റെ ചാകര, എല്ലാ സൈസ് മീനും കഴിക്കാം. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നോണം. ഈ കടലിൽ പോകുന്ന പണിക്കാർ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. കാര്യം കണ്ടെയ്നറും കാര്യങ്ങളെല്ലാം കിടക്കുന്നാലും അവരുടെ വീട്ടില് 5, 6 അയ്യോ പട്ടി, ഞങ്ങള് പാവത്തുങ്ങളാ, ഞങ്ങളെ വെറുതെ വിട. അപ്പൊ അനിയൻ ഇങ്ങനെ ആലോചിക്കാണ്, ഉറങ്ങിയ ആദ്യമായിരുന്നോ അതോ വരണമായിരുന്നോ എന്ന് ആലോചിക്കാണ്. ഇല്ല ഗൈസ്, ഓക്കെ ആണ്. അപ്പൊ ആദ്യം ഐസ് എടുക്കാൻ പോയാലോ അനിയ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ആദ്യം ഐസ് എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഐസ് ഒക്കെ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐസ് ഞാൻ എങ്ങനെ എടുക്കുന്നത്, ഏത് ഷോപ്പിൽ നിന്നാണ്, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഐസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം മീനുണ്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഐസ് എടുക്കാൻ പോകും. ഓക്കെ, കാര്യം ഇന്ന് മീൻ കുറവായിരിക്കും സാധ്യത. ഇവിടെ പതുക്കെ ഓടിച്ചെടുക്കണം, വലിയൊരു കട്ടറുണ്ട്, ഇതൊന്ന് ശരിയാക്കണേ. ഈ വാടിയിൽ വർക്ക് ചെയ്യുന്നവര് വണ്ടി മൊത്തം കംപ്ലൈന്റ് ആവും കേട്ടതാ. കണ്ടല്ല, വലിയൊരു കുഴി. അയ്യോ, ആ ഇത് ഒരാള് നല്ല ഇച്ചിരി അങ്ങോട്ട് വരുമ്പോഴേ ഒരു അറിയാത്ത ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞത്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് പാടിയിലോട്ട് പോകുന്ന ഒരു വൈബാണ് ഇത് കേട്ടാ. വള്ളങ്ങൾ, ഇതെല്ലാം വള്ളങ്ങൾ കടലിൽ പോകുന്ന വള്ളങ്ങളാണ്. പക്ഷെ ഒന്നും പോയിട്ടില്ല. ഇത് വളരെ മോശമാണെന്ന് തോന്നുന്നു. ബാക്കെട് എവിടെ? പണിയൊന്നും ഇല്ലടോ. അയ്യോ, വളരെ മോശമാണ് കേട്ടോ. പണിയില്ല, അവസ്ഥ വളരെ മോശമാണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്.
പിന്നെ നമുക്ക് നോക്കാം ചെറിയ വള്ളങ്ങളും എല്ലാം വന്ന് നിർത്തുക അജിമല. ഗായ്സ് അപ്പോ ഇതാണ് ഒന്നുമില്ല, മീനൊന്നും ഇല്ല, കാലിയാ. കാര്യം എന്ന് പറഞ്ഞാൽ വള്ളം പോയതേ ഉള്ളു. അയിലയുടെ വള്ളം ആണ്ട് കുച്ചിരിയാണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും നോക്കാം. കാര്യം അത് വരുമ്പോ ഒരു സമയം എടുക്കുമെന്ന് തോന്നുന്നു, 2 മണിയൊക്കെ ആവുന്നു. അതുകൊണ്ട് അനിയ ആദ്യമായിട്ട് വന്ന ദിവസം നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്. ഗായ്സ് ഒന്നുമില്ല ഗായ്സ്, എന്ത് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ. എനിക്ക് അറിയാം, മുൻകൂട്ടി നമുക്ക് അറിയാം. അതെ ഗായ്സ്, ഈ ഒരു അവസ്ഥ തന്നെ നമുക്കറിയാം. മീനൊന്നും കാണത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ 2 ദിവസം കഴിയുമ്പോ അതുകൊണ്ടാ 2 ദിവസം വിശ്വസിച്ച് 2 ദിവസം കഴിയുമ്പോ 2 ദിവസം കഴിയുമ്പോ എല്ലാ മീനും വരത്തില്ല, പരവ് വരും. എല്ലാം വരും. വണ്ടി ഉണ്ടോ? ഇതൊന്നും അല്ല. ഒന്ന് അങ്ങോട്ട് നോക്കാം. ഒരു വാൻ, നമ്മളെ കണക്കൊരു വാൻ. ഇങ്ങോട്ട് വാ. ഒരു കാര്യം കാണിക്കാനാ, ആരും പേടിക്കണ്ട. അപ്പൊ അങ്ങോട്ട് നോക്കാം. ഇതെല്ലാം കിടക്കുന്ന മീൻ പ്രതീക്ഷിച്ച് കിടക്കുന്ന വണ്ടികളാണ് കണ്ട. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു ഇച്ചിരി വലിയ വണ്ടി അതാ, അതുകൊണ്ട് ആദ്യമേ തന്നെ അത് കാണിച്ചത്. അപ്പൊ മീനുണ്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവരെല്ലാരും ഉറക്കം ഒഴിഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് കിടക്കുന്നത്. അപ്പം നാളെ നിങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ചന്തയിൽ ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് മീൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾക്ക് എന്ത് വിഷമമായിരിക്കും. ആ ഒരൊറ്റ ബേസിലാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. അതേപോലെ ഒരുപാട് കച്ചവടക്കാരാണ് കിടക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ടാണ് ഈ ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെടുന്നത്. അപ്പം നല്ല നല്ല മീനുകളാണെങ്കിൽ മാത്രം. പിന്നെ ഗവൺമെന്റ് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. ഗവൺമെന്റ്, മീഡിയ അല്ല, ഗവൺമെന്റ്. ഓക്കെ, കാഴ്ച കാണാം. അകത്ത് ശാന്തതയും സമാധാനവും ഇന്ന് മീനില്ലാത്തതിനെ കൊണ്ട്. അല്ലേ ഭയങ്കര ബഹളമാണ്, അറിയാമല്ലേ മാർക്കറ്റിൽ. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ വലയെല്ലാം നോക്കേ, ഈ വലയെല്ലാം പണി വെച്ചിരിക്കുന്നു. എല്ലാം വള്ളത്തിനും പണി തുടങ്ങാൻ പോവാ, സീസൺ പണി തുടങ്ങാൻ പോവാ. അപ്പൊ എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുവാണ്. ഈ ബോട്ടൊക്കെ നടച്ചിട്ട് എല്ലാ സൈസും മീനും കൊണ്ടുപോകും. ഒരുപാട് നല്ല അടിപൊളി പച്ച ഫ്രഷ് മീനുകൾ കഴിക്കും ഇനി അങ്ങോട്ടുള്ള കാലം. 2 മാസം ആ സമയത്ത് തന്നെയാണ് ഈ ഒരു പണി വന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും മൈൻഡ് വേണം, ഇതൊക്കെ വെറുതെയാണ്. വെറുതെ എന്നല്ല, ഗവൺമെന്റ് പറയുന്നത് കേട്ടോ. അത് ഇതാണ് ലേലം വിളിക്കുന്ന സ്പോട്ട്. ഇതാണ് ഇവിടെയൊക്കെ ഇപ്പൊ ആള് കുറവാണ്. കാര്യം മീനൊന്നും ഇല്ല. ഈ സമയത്തൊക്കെ മുമ്പ് ഭയങ്കര ആളുകളാണ്. അറിയാവുന്നവർക്ക് അറിയാം. ഇവിടെ രാത്രിയൊക്കെ ഫാമിലിയൊക്കെ മീൻ പിടിക്കാൻ വരും. അപ്പൊ ഇവിടെയാണ് ലേലം പിടിക്കുന്ന സ്പോട്ട്. അപ്പൊ ഇവിടെ മീനില്ലാത്തതിനെ കൊണ്ടാണ് ഇത്രയും സമാധാനത്തോടെ ഇങ്ങനെ കിടക്കുന്നത്. മീനുള്ളപ്പം ബഹളവും കാര്യങ്ങളും ഇടി എല്ലാം നടക്കുന്നത്. ഒക്കെ ഒരു കച്ചവടത്തിന്റെ ഒരു രീതിയാണ്. അപ്പം മീന് പോകുന്നതിന് മുമ്പ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അവര്. വല കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെള്ളത്തിൽ എല്ലാം തയ്യാറെടുത്ത് വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അപ്പം ഇത് നിസ്സാര കാര്യമല്ല. കുറേ സമയം ചെയ്തിട്ടാണ് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ മാക്സിമം. എൻ്റെ ഒരു അറിവാണ്. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം. ആ ഒരു സമയം എടുത്തിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം മൂന്ന് ചോദിച്ചോ, ചിലപ്പം രാത്രിയാണ്, ഓരോരുത്തർക്കും ഓരോ മൂടാണ്. ചോദിച്ച ചിലപ്പോൾ മഴക്കുറയായിരിക്കും. നമ്മളെന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളെ വള്ളം പണിക്കൊന്നും പോയിട്ടില്ലല്ലേ? ഇച്ചമ്പല പോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. ഇച്ചമ്പലൊന്നും തള്ളിയില്ല. കാരണം ഇന്നലെ 1000 രൂപ, 900 രൂപ, 2000 രൂപ. ഈ ഇവര് മുതലപ്പഴിക്കാർ തള്ളിയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പല സൈറ്റിൽ നിന്നാണ് വള്ളങ്ങൾ പോകുന്നത്. മുതലപ്പൊഴിയിൽ നിന്നും പോകാറുണ്ട്. പിന്നെ ഇവിടെ വെച്ചാ അവര് പോകുന്നത്. ഇവിടെ വെച്ചാണ് പോകുന്നത്. അവിടെ പോകാൻ പറ്റത്തില്ല. അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത് അങ്കിൾമാര് കണ്ട കഷ്ടപ്പെടുന്നുണ്ട. ഒരുപാട് രാത്രി 11 മണി ഉറക്കമൊന്നുമില്ല കണ്ട. അത്രയും ബുദ്ധിമുട്ടിയാണ്. അപ്പം അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു കണ്ടെയ്നർ വീണെന്ന് പറഞ്ഞാൽ നാളെ മീൻ മേടിക്കാൻ ആളുകൾ മടിക്കും. അപ്പൊ അതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു അടുത്ത കപ്പല് കത്തി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പൊ കണ്ട അവര് ഒരു വീട്ടില് ഈ പരുവത്തില് ഇവിടെ വന്ന് കിടക്കുന്ന കണ്ട എത്ര വയസ്സുണ്ടെന്നറിയോ അപ്പാക്ക്? പെൻഷൻ മേടിക്കുന്ന ഉപ്പായ. എന്നാലും 2 പെൺമക്കളെ കെട്ടിച്ചെല്ലാം പരുവത്തിലാക്കി. എന്നാലും അവരെ മക്കളെ കുത്തി പിടിക്കാൻ പറ്റൂ? ഇല്ല. 5 ചെറുമക്കളുണ്ട്. അപ്പൊ അങ്ങനത്തെ പണി ചെയ്യണം. അത്രേ കണ്ടാ. അപ്പൊ ഒരുപാട് കൊടുക്കണം. ഇത് ഒരാളാണ്, ഇത് ഒരൊറ്റ ഒരാളാണ് സംസാരിക്കുന്നത്. ഇതേപോലെ എത്ര വള്ളക്കാര് പണിക്കാരുണ്ടെന്ന് അറിയാം. ഇതിനെക്കാട്ടും പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എന്നെക്കാളും പ്രായമുള്ള നമ്മളെ കൊല്ലത്തെ നമ്മുടെ നല്ല മീൻ കൊണ്ടുവരുന്ന വള്ളത്തിന്റെ ഒക്കെ ആളുകളാണ്. നല്ല ഫ്രഷ് മീൻ ചാളയൊക്കെ നിങ്ങൾ കഴിക്കുന്ന വീടില്ലാത്തോണ്ടല്ല, അവിടെ കിടന്ന് താന്നിയില്ലാന്ന് ഉറങ്ങാൻ പറ്റാത്തോണ്ടല്ല. നമ്മള് മക്കളെ ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റവും കുറഞ്ഞ 3000 രൂപയുടെ എണ്ണ വേണം. സർക്കാരിന്ന് ഇപ്പൊ 10 രൂപയുടെ എണ്ണ പോലും തരുന്നില്ല. കണ്ട ഓരോരുത്തരുടെ അവസ്ഥകളാണ്. അപ്പം പുറമേ ഇത് മീൻ മേടിച്ച് കഴിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ആഴങ്ങൾ ഇറങ്ങി അന്വേഷിക്കണം. ഓരോരുത്തരുടെ അവസ്ഥയും. ഈ മീനൊക്കെ ഞങ്ങള് തിന്നും.
ഇഷ്ടം പോലെ കഴിക്കും, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഈ നമ്മളൊരു വെള്ളത്തിനകത്ത് ഒരു ഈച്ച വീഴുമ്പോ നമ്മളെ ഈച്ച എടുത്തിട്ടല്ലേ നമ്മൾ കുടിക്കാൻ നോക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു കടൽ എന്ന് പറഞ്ഞാൽ എത്ര പന്തലിച്ചിടങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു കേവലം ഒരു ബോട്ടിനകത്ത് എന്തെങ്കിലും ഒരു ഇച്ചിരി വീണെന്നും പറഞ്ഞ് അപ്പൊ അത്രയും ആളുകളെ ബുദ്ധിമുട്ടി. അത് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് ഞാൻ ചോറ് തന്നല്ല വീട്ടില്. അതെ, അതേപോലെ എത്ര ആൾക്കാർ ചോറ് ആരും കഴിക്കും, ആരും കഴിക്കത്തില്ല. എന്റെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ അന്ന് മീനില്ല, ഞാൻ ആരും കഴിക്കത്തില്ല. നിങ്ങള് മീനും കുട്ടിയെ എന്തോത്തുള്ള കഴിക്കത്തുള്ള സാധാരണക്കാരുൾപ്പെടെ അങ്ങനെ തന്നെ. നമുക്ക് അതേ പറ്റത്തുള്ളു. അപ്പം അച്ഛന്റെ പേരെന്തുവാ? ബോബൻ. ബോബൻ അച്ഛനാണ് നമ്മൾ ഇത്രയും നേരം നമ്മളിവിടെ സംസാരിച്ചത്. അച്ഛന്റെ പേരെന്താ വെച്ചാ? ജോൺ അച്ഛൻ. ഒന്ന് ഫ്രെയിമിൽ ഒന്ന് കാണിക്കൂ. ഇതാണ് ജോൺ അച്ഛൻ. അവര് ആ ജോലിയുടെ തിരക്കിലാണ്, വീഡിയോ എടുക്കാനോ അതൊന്നുമല്ല അവർ മൈൻഡ് ചെയ്യുന്നത്. അവര് ജോലി ചെയ്യണം, അതാണ് അവരുടെ ഫസ്റ്റ്. അങ്ങനെ വേണം. കണ്ട, അപ്പം ഞങ്ങൾക്ക് 3 മണിക്ക് പണിക്ക് പോകണം. 3 മണിക്ക് പോകണം അല്ലേ? അപ്പൊ രാവിലെ അപ്പൊ എത്ര മണിയാകും വരും? അത് സമയമൊന്നുമില്ല. ഇല്ല അല്ലേ? സമയം എന്താന്ന് പോലും അറിയാതെയാണ് പോകുന്നത്. എപ്പൊ കിട്ടിയാ കിട്ടി. പണി കിട്ടിയാ നേരത്തെ വരും. അല്ലെങ്കിൽ ചിലപ്പോ വൈകിട്ടാവും വീട്ടിൽ ചെല്ലുമ്പോ. അല്ലെങ്കിൽ വൈകിട്ടാവും. അപ്പൊ 3 മണിക്ക് പോയിട്ട് ചിലപ്പോ വൈകുന്നേരം ആവും, ചിലപ്പോ 5 മണി 6 മണി ആ ടൈമൊക്കെ ആവും വീട്ടിൽ ചെല്ലുമ്പോ. നാലിച്ചൊക്കെ പ്രായം എത്രയാന്ന് പറഞ്ഞിരിക്കുവോന്നറിയോ? പെൻഷൻ തോനെ മേടിച്ച് അന്നേരം ചോദിക്കും സർക്കാർ ഇനി പെൻഷൻ തരത്തില്ലെന്ന് ചോദിക്കും. നിങ്ങള് ഇതണക്ക് കൊടുത്ത അപ്പൊ എല്ലാ പെൻഷന്റെ കാര്യങ്ങളും കൂടി സർക്കാർ ഒന്ന് നോക്കണം കേട്ടോ. സർക്കാർ ഒരുപാട് അപ്പന്മാര് പറയാനുള്ള കാര്യം പറ്റുന്നത് ജോലി റിട്ടയർഡ് ആകുമ്പോഴല്ലേ, നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അതെ, പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം പെൻഷൻ നല്ല ജോലിയുള്ളവരൊക്കെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കാം, പക്ഷെ അവർക്ക് അത് പറ്റത്തില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പൊ അത്ര അവസ്ഥ ഇതൊക്കെയാണ്. അപ്പം എത്രയോ പ്രായം ചെന്ന ആളുകൾ, ഇതിനെക്കാട്ടിയും പ്രായം ചെന്ന ആൾക്കാരുണ്ട്. അത് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ട്. കാര്യം ഇതിനെക്കാട്ടി പ്രായം ചെന്ന ആളൊക്കെ ഒരു കൊട്ട വലിയ വെയിറ്റൊക്കെ ഉള്ള മീനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ആരും ഇല്ല, വേലക്കാരന്മാരൊക്കെയാണ് ഇത്. അവിടെ റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും, ചർച്ചയിലാണ്. മീൻ വരുമോ? കുറഞ്ഞ വെള്ളങ്ങൾ പോയിട്ടുണ്ട്, അതിലൂടെ എച്ചമ്പരയുടെ വെള്ളം പോയിട്ടുണ്ട്. പക്ഷെ അവർ വരുമ്പം ഒരു 3 മണി ആ സമയമൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ആളെല്ലാം ഇവിടെ വെയിറ്റിംഗ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം എല്ലാവരും ഒരു ശാന്തത മനസ്സാണ്. മീൻ കൊണ്ടുപോയി വിൽക്കുമോ അതോ ചന്ത ആളിറങ്ങുമോ, മാർക്കറ്റിൽ ആളിറങ്ങുമോ എന്നൊരു രീതി ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. മീനുണ്ടോന്ന് തിരക്കി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. കൊല്ലമാണിത്. അപ്പം അവിടെ വിഴിഞ്ഞോ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ല ഫ്രഷ് മീൻ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. അപ്പം നോക്കാം, തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയും കയറ്റി ഐസും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് എത്ര രൂപ മുടക്കി നമ്മളെ രാജ്യമാണ്. കണ്ടാ, അവർ വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതല്ല, നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താലും ആ മുഖത്ത് വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മീനില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്, അത് നമുക്കറിയാം. കാര്യം ഞാൻ മീൻ കച്ചവടക്കാരൻ, എനിക്കറിയാം മീനില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം വിഷമമാണ്. എന്താ അപ്പം അണ്ണ തിരുവനന്തപുരം എവിടെയാ സ്ഥലം? കഴക്കൂട്ടം എന്നാണ് വരുന്നത്. കൊല്ലം വാടിയിൽ മീനെടുക്കാൻ. അതും എത്ര മണിയായി? 12:40. ഇപ്പൊ 1 മണിക്ക് 20 മിനിറ്റ് കൂടിയായ 1 മണിയായി, രാത്രി 1 മണി. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർ ഇതേപോലെ ഓരോ ക്യാമറ ചെയ്തില്ല, ഇത് ലോഡിങ്ങാരാണ് ഇവരൊക്കെ ഉറപ്പൊഴിഞ്ഞിട്ടാണ്. അപ്പം എന്നാ നോക്കാം മീനുണ്ടോ. ഇനിയിപ്പം കാണാൻ സാധ്യത കുറവാണ്. കാര്യം 3 മണിക്ക് രാത്രി ചോദിച്ചപ്പം കുറച്ച് വെള്ളങ്ങൾ പോയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, മീനുണ്ടോ. ഇതാണ് അവസ്ഥ. മീനില്ലാതെ ആളുകൾ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മീൻ എവിടെ പോകും? അത് നല്ല മീൻ ഇവിടെ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വന്നത്. അപ്പൊ അതെപ്പോഴും ഒരു മൈൻഡ് വേണം. അപ്പൊ ഈ അണ്ണനൊക്കെ നല്ല ഫ്രഷ് മീൻ കൊടുക്കുന്ന ആളാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത്രയും ഓട്ടോ ഓടി ജനങ്ങൾക്ക് നല്ല മീൻ എത്തി. അപ്പം അണ്ണന്റെ എന്നൊക്കെ നല്ല വിശ്വസിച്ച് മീൻ പേടിക്കണം കേട്ടാ. ആരും പേടിക്കണ്ട, അണ്ണൻ ചതിക്കത്തില്ല. അപ്പോൾ കണ്ടല്ലോ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് ഒരു ദിവസം മീനില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടി വന്ന് മീൻ എടുക്കുന്നത്. കാര്യം ഇവിടെ നല്ല ക്വാളിറ്റി മീൻ കിട്ടുമെന്ന് അറിയാം അവർക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോൾ മീനൊന്നും ഇല്ലാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം വെറുതെ നിങ്ങൾ ഈ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഐസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഐസ് എടുക്കുന്നതിന് മുമ്പ് അത് സിറ്റുവേഷൻ എനിക്കറിയാം. പാപ്പ പറഞ്ഞാ പോകണ്ടെന്ന്. പക്ഷെ എനിക്ക് ഈ വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ ആ ഒരു കാരണത്താൽ മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരു നഷ്ടം വരും, ഒരു ചെറിയൊരു നഷ്ടം വരും. വന്നതിൻ്റെ ഒരു ചിലവ് അത് കയ്യിൽ നിന്ന് മുടങ്ങിയാണ് പോകുന്നത്. അതെല്ലാം കാണിക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ വേറെ കച്ചവടക്കാരെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യം നിങ്ങളടുത്ത് പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് പോയിട്ട് അത് ഞാൻ സഹിക്കും. കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ
ഇത്രയും വണ്ടിക്കാര് അതിനകത്താണ് 2000 രൂപ തന്നെ അറിയാം. മറ്റേ ഓട്ടോക്കകത്ത് വന്നാണെങ്കിൽ 1000 രൂപ എന്തായാലും ഡീസൽ അടിക്കണം എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ചെലവ് മീനില്ലെങ്കിൽ അത്രയും നഷ്ടം വരും. അപ്പൊ നല്ല നല്ല മീനുകളുമായിട്ട് ഇൻഷാ അല്ലാഹ് സൂപ്പ് ഫിഷിൽ വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. ഒരു വിശ്വാസം ജനങ്ങൾ ഒരു ഒരു തൊഴിലാളിയായിട്ട് ഒരു ബിസിനസ് മാന് തരുന്ന ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം കച്ചവടം ചെയ്ത് തുടങ്ങാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. നല്ലൊരു സ്റ്റാള് മൈലാപ്പൂര് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടെ വരണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അപ്പോ കാലിയാണ് വള്ളങ്ങൾ 1, 2, 3, 4 ഒരു 8 വള്ളത്തിന്റെ കണക്ക് ആദ്യം ലാസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയത്. അപ്പൊ 8 വള്ളങ്ങൾ ഈ HM വലക്കാരാണ് പോയത്. അപ്പൊ അയിലയുടെ വള്ളമാണ് പോയത്. അപ്പം അത് വരുമ്പോൾ ഒരു 5 മണി 6 മണി, ചിലപ്പോൾ ഒരു 3 മണി, നേരത്തെ വരുവാണെങ്കിൽ ഒരു 3 മണി, താമസിച്ച് വരുവാണെങ്കിൽ 5 മണി 6 മണി, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ, ചിലപ്പോൾ അണ്ണം പറഞ്ഞ പോലെ 4 മണി, ചിലപ്പോൾ വൈകുന്നേരം 5 മണി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവനിക്ക് ഉറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടും പിന്നെ എനിക്കും ഈ ഒരു സമയത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളെ മാർക്കറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 8:30 അല്ലേ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി. പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിലായതുകൊണ്ടാണ് വന്നത്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ, അവസ്ഥകളും കാര്യങ്ങളും. അപ്പൊ ഇത്രയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇത് ഒരാളെയും ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഓരോരുത്തരെയും ഞാൻ അങ്ങനെ ആരെയും ചോദിച്ചിട്ടില്ല. ഇതിനെക്കാട്ടി മീനുള്ള സമയത്ത് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഒരുപാട് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ്, എങ്ങനത്തെ രീതിയിലാണ് മീനൊക്കെ പിടിക്കുന്നത്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് വഴിയെ അറിയാൻ പറ്റും. നമ്മളാ വീഡിയോയും കാര്യങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഒരു പുതിയ തുടക്കക്കാരാണ്, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങളിലോട്ട് എത്തിക്കുവാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 കൈ നീട്ടി കാത്തിരിക്കുവാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഓരോ സപ്പോർട്ടും. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നല്ല ഊണ് കഴിക്കുക. മൈലാപ്പൂര് പുതിച്ചറ മറക്കല്ലേ. അപ്പൊ അക്ഷരസ്ഫുടതയും തെറ്റുകളൊക്കെ വരുന്നത് ക്ഷമിക്കണേ, തുടക്കക്കാരാണ്. ഓക്കെ, ബൈ.